ഈ മെഡിക്കൽ കോളേജിലെ പല സംഗതികളുടെയും അപര്യാപ്തത ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ കഴിഞ്ഞ ദിവസവും വളരെ കൃത്യമായ ഒരു സിസ്റ്റം എറർ പുറത്തുവിടുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെടും, ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഗതികൾക്ക് വിധേയപ്പെടും ഒക്കെ ചെയ്യും. ഒരു കാര്യം വളരെ ന്യായമാണ്. നമ്മൾ ഈ വർഷങ്ങളായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാവപ്പെട്ടവൻ്റെ സേവനം, അല്ലാത്ത സേവനം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു സാധനമാക്കിയാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സമൂഹത്തിലെ പട്ടിണി പാവങ്ങളായ ആളുകളുടെ പട്ടിണി തുടച്ചു മാറ്റുന്നതിനും അവരുടെ ജീവിത പ്രയാസങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനും അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതിയുടെ അടിസ്ഥാനപരമായ കണികകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ജീവിതമുണ്ടാക്കി ഇങ്ങനെയാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള കാര്യം എന്താ? സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സാണ് വളരെ കൃത്യം. നമ്മളൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ സൂചികകളാണ്, അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്, അതിൻ്റെ മീൻസ് ഓഫ് വെരിഫിക്കേഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലെ കരുനാഗപ്പള്ളി സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സ്പെഷ്യലൈസേഷനും ഡോക്ടറുണ്ടോ? ഇനി അവിടെ ഡോക്ടറുള്ള ആശുപത്രിയാണെങ്കിൽ ആ ഡോക്ടർമാർക്ക് വരുന്ന പേഷ്യൻസിനെ ചികിത്സിക്കാനുള്ള ഉപകരണങ്ങളുണ്ടോ? ഇനി ആ ഡോക്ടർമാർക്ക് വരുന്നവരെ കിടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ? അവിടെ വരുന്ന രോഗികൾക്ക് ബാത്റൂമുണ്ടോ? അവിടെ വരുന്ന രോഗികൾക്ക് ബാക്കി ഇങ്ങനെ പറയുന്ന 1, 2, 3, 4 എന്ന് പറയുന്ന ഘടകങ്ങളിൽ വെച്ച് വേണം ഈ ദാരിദ്ര്യത്തെയൊക്കെ പറയാൻ. അതുപോലെ വേണം ഈ ആരോഗ്യ മേഖലയെ നമ്മൾ പറയാൻ. അല്ലാതെ വെറുതെ നമ്മൾ PR സ്റ്റേറ്റ്മെൻറ്റും കണ്ടൻറ് റൈറ്റേഴ്സിനെ കൊണ്ട് കണ്ടൻറ് എഴുതി വികാരം കൊള്ളിച്ച്, അല്ലെങ്കിൽ മുരളി തുമ്മാര് കൂടി എവിടെയെങ്കിലും ഇരുന്നൊരു എഴുത്തെഴുതി ആവേശം കൊണ്ടിട്ട് പുള്ളിയും കാണിക്കുന്നത് ന്യൂയോർക്കിലെ ഹോസ്പിറ്റലിലാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. വളരെ കൃത്യമായും ഷാർപ്പായും ഒരു സംഗതിയെക്കുറിച്ച് പറയണം. ഇവിടെ ഹാരിസ് ചിറമേൽ എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞെന്താ? 1986 ചികിത്സയ്ക്ക് വരുമ്പോൾ മുതൽ, ആശുപത്രിയിൽ വരുമ്പോൾ മുതൽ കാണുന്നതാണ് ഈ തറയെ കിടക്കുന്ന രോഗികൾ. ഇപ്പോഴും രോഗികളെ തറയിൽ കിടത്തുന്നു എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ സിസ്റ്റം എററാണ്. പരിഹരിക്കാൻ കഴിയാത്തതാണോ? എത്രയോ കോടി രൂപയുടെ ഫണ്ടുണ്ട്, എത്രയോ കോടി രൂപയുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. ആ കുഞ്ഞുങ്ങൾ മരിച്ച ആ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുകയാണ്, മടിയിൽ കിടത്തുമ്പോൾ കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നു, നല്ലൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയാനെ. എത്ര കോടി രൂപയാണ് അട്ടപ്പാടിയിലേക്ക് പമ്പ് ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു 10 വർഷത്തെ ആദിവാസി മേഖല എന്ന് പറഞ്ഞ് അവിടെ ചെലവഴിച്ചിട്ടുള്ള ഫണ്ടിൻ്റെ കണക്കെഴുതട്ടെ. എത്ര പരമ വൃത്തികെട്ടവന്മാരാണ് ആ പൊതുപണം ഭക്ഷിച്ചത്, അവരെ കൊണ്ട് ചേർത്ത് തുടിക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു ഭരിക്കുന്ന മുതലാളിമാർക്കും അറിഞ്ഞുകൂടാത്തതാണോ? ഇവരൊക്കെ ഇവരുടെ കങ്കാണി ആയതുകൊണ്ട് സഹിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് ഗവൺമെൻറ്റിനെയും, ഞാൻ ഈ മുന്നണിയെയും മറ്റേ മുന്നണി കോൺഗ്രസ്സുകാർ UDFകാർ വരുമ്പോൾ പാലും തേനുമാണ്, LDFകാർ വരുമ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ തിരിച്ച് LDFകാർ വരുമ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുന്നത് പാലും തേനുമാണ്, മറ്റേതല്ല അങ്ങനെയാണ്, അങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന കുറേ കൊശവന്മാരുണ്ട് ഇതിൽ. അതല്ല യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഈ ഹാരിസ് ചിറമേൽ ഡോക്ടറുടെ രോഗികളെ ചികിത്സ തറയിക്കെടുത്ത് ചികിത്സയ്ക്ക് ശ്വാസമുട്ടയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ തറയിക്കെടുത്ത് ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തുമായിട്ട് ചേർന്ന് പോവുക? അപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്തരം ഈ പ്രാകൃതമായിട്ടുള്ള ഈ നിലവാരം, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പത്രക്കാരി ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഇത് വ്യക്തമാക്കി. വികസനം പറയുമ്പോഴും അടിസ്ഥാനപരമായി രോഗിയെ ഇത്തരത്തിൽ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ്. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ 1986 മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ശരിയല്ല. അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം എല്ലാം മാറി പറയുന്ന കാര്യമാണ്. ഞങ്ങൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിരുന്നിങ്ങനെ പറയാറുണ്ട്, ഒരു ബോർഡ് സ്ഥാപിക്കാറുണ്ട്, അത് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവകാശം ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ആവശ്യ ഡോക്ടർമാരോ അത് ജീവനക്കാരോ ബോർഡ് വച്ചുകൊണ്ട് മാത്രം മെഡിക്കൽ കോളേജ് ആകുമോ? അതില്ല. നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള എന്തോ ഒരു പാളിച്ചയാണ്. അതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ചെറിയ വ്യത്യാസം, എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല. അതായത് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്.
ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതോടൊപ്പം ഉള്ളതിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ കേരളത്തിൽ തറയിൽ കിടത്തുന്ന രോഗികൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു പോളിസി വെറുതെ ഇപ്പോൾ ഈ പറയുന്ന മന്ത്രി ഇതിൻ്റെ ഒരു PR മറ്റേ ഒരുങ്ങി ഇതിൻ്റെ ഒരു സംഗതിയൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊക്കെ വേറെ വഴിക്കൂടാണ് പോകുന്നത്. അതിനൊക്കെ സവിശേഷമായ പ്രത്യേക സംഗതികളൊക്കെ ഉണ്ട്. ഏതായാലും ഇത് ഉണ്ടാകേണ്ടതൊരു ആവശ്യമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യം ചോദിച്ച ഈ മപ്രകൾ എന്തോ നല്ല കാര്യം അല്ല, അവരിത് കൂട്ടിയടിപ്പിക്കാനാണ് നോക്കുന്നത്. ഈ ഇങ്ങനെ പറയുന്ന ഒരു നന്മയുള്ള മനുഷ്യൻ്റെ ചീട്ട് കീറാനാണ് അവർ നോക്കുന്നത്. അവരിനിയിപ്പോൾ ഇത് വെച്ചിട്ട് മന്ത്രിയോട് പോയി ചോദിക്കും, ഹാരിസ് ചിറമേൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലാതെ ഒരു സതുദ്ദേശത്തോടെ ഇത് പരിഹരിക്കണം, ഇയാൾ പറഞ്ഞതിൽ നിന്നുള്ള കാര്യം കണ്ടെത്തി പരിഹരിക്കണം. ഇപ്പോൾ പലരും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിലല്ല, നിലവിലുള്ളത് നന്നാക്കുന്നതിലാണ്. പുള്ളി പറഞ്ഞത് എന്താ, പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതോടൊപ്പം നിലവിലുള്ളതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, തറയിൽ കിടത്തിയുള്ള അതൊരു ഡോക്ടർ പറയാൻ ധൈര്യം കാണിക്കുന്നു എന്ന് പറയുന്നത് അയാളുടെ ഇൻറ്റഗ്രിറ്റിയാണ്, അയാളുടെ ക്രെഡിബിലിറ്റിയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിലാണ് നിലപാടെടുക്കേണ്ടത്, അവിടെയാണ് പരിഹരിക്കേണ്ടത്.